അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ മാർച്ചിൽ വരുമോ? വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതായത് RRB പുതുതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള നോട്ടീസ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15/5/2026, അതായത് മെയ് മാസം 15-ാം തീയതി ആയിരിക്കും നമ്മളുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. മുന്നേ RRBയുടെ കലണ്ടറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? അതായത് നമ്മുടെ മാർച്ച് മാസം എന്തായാലും നോട്ടിഫിക്കേഷൻ വരും, ഫെബ്രുവരി മാസം ഇതിന്റെ നോട്ടീസ് പുറത്തിറക്കും. ആസ് യൂഷ്വൽ നമുക്ക് ഫെബ്രുവരി മാസം എത്ര വേക്കൻസീസ് ആണ് ഉണ്ടായിരിക്കുന്നത്? 11,000-ഓളം വേക്കൻസീസ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞ് RRB കൃത്യസമയത്ത് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. പക്ഷേ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 15/5/2026 നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന തീയതി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 14/6/2026, അതായത് ജൂൺ മാസം 14-ാം തീയതി വരെ ആയിരിക്കുള്ളൂ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷനിൽ പുതുതായിട്ട് കാര്യങ്ങളൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്, മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 11,127 വേക്കൻസീസ് ആണ് ഉണ്ടായിരിക്കുക എന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ അറിയാവുന്ന പോലെ തന്നെ ലെവൽ 2-ൽ വരുന്ന പോസ്റ്റാണ്. ബേസിക് പേ ആയിട്ട് വരുന്നത് 19,900 രൂപയാണ് ബേസിക് പേ വരുന്നത്. ഇതെല്ലാം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പുതുതായിട്ട് വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ കുറച്ച് വൈകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ALPയുടെ നോട്ടിഫിക്കേഷൻ വൈകും, സ്വാഭാവികമായിട്ടും മറ്റ് നോട്ടിഫിക്കേഷൻസ് വൈകുമോ എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയണം. എന്തായാലും ആസ് ഓഫ് നൗ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു മെയ് മാസത്തിലായിരിക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ RRBയുടെ കലണ്ടർ പ്രകാരം ആയിരിക്കില്ല ഇത്തവണത്തെ ALPയുടെ നോട്ടിഫിക്കേഷൻ എന്ന് ഉറപ്പായല്ലോ. ഇനി ആർക്കൊക്കെ ഈ ഒരു ALP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു 18 മുതൽ 30 വയസ്സ് വരെ വരുന്നവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് ക്രൈറ്റീരിയ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2/7/1996 അതുപോലെ തന്നെ 1/7/2008 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ പറ്റും, കാരണം 18 മുതൽ 30 വയസ്സ് വരെയാണ് പറഞ്ഞേക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഏജ് ലിമിറ്റിൽ വരാത്തടത്തോളം കാലം നമുക്ക് എന്തുറപ്പിക്കാം, ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലുള്ളവർക്കേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ OBCക്ക് 3 വയസ്സ് ഏജ് റിലാക്സേഷൻ ഉള്ളത് കൊണ്ട് തന്നെ 2/7/1993 അതുപോലെ തന്നെ 1/7/2008 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ SC/ST വിഭാഗത്തിലാണെങ്കിൽ 5 വയസ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2/7/1991 അതുപോലെ തന്നെ 1/7/2008 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യത്തിലും ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡേറ്റ് ഓഫ് ബർത്തിനിടയിൽ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു പോസ്റ്റ് വേണ്ടത്. അതായത് പക്ക ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിഷൻ, ഹിയറിംഗ്, റിഫ്ലെക്സ്, ആ രീതിയിൽ നോക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള ഡിസബിലിറ്റിയും ഇല്ലാതെ പ്രോപ്പർലി ഫിസിക്കൽ ഫിറ്റ് ആയ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രെയിൻ ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എക്സാമിനേഷൻ സ്റ്റേജസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് വരാനായിട്ട് പോകുന്നത് നമ്മുടെ CBT-1 സ്റ്റേജ് ആണ്. CBT-1 സ്റ്റേജ് പ്രധാനമായിട്ടും നമ്മുടെ മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ് സബ്ജക്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഇതൊരു ക്വാളിഫയിങ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക, CBT-1. അതിനുശേഷം നമ്മുടെ CBT-2 സ്റ്റേജ് വരുന്നുണ്ട്. CBT-2-ലാണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് നോളജ് അല്ലെങ്കിൽ ITI ഡിപ്ലോമ 10th ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആ ഒരു നോളജും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എവിടെ വെച്ചാണ്? CBT-2-ൽ വെച്ചായിരിക്കുള്ളൂ. അതിനുശേഷം ഒരു CBAT ടെസ്റ്റ് നടക്കുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ റിഫ്ലെക്സ് അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അത് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ടെസ്റ്റാണ്. നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ CBT-2-ന്റെയും CBAT-യുടെയും CBT-2-ന്റെ 70% വെയിറ്റേജും CBAT-യുടെ 30% വെയിറ്റേജും കൂടി ചേർത്തിട്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് വരുന്നത്. അതിനും ശേഷമാണ് നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. ഈ മെഡിക്കൽ എക്സാമിനേഷനിൽ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ക്വാളിഫൈ ആക്കുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്താണ് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതൊന്ന് കണ്ടിരിക്കുക, എന്നതിന് ശേഷം മാത്രം തീരുമാനിക്കുക അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന്. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പാടുള്ളൂ. നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ എന്തായാലും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അതുപോലെ ഈ നോട്ടീസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ടെലിഗ്രാം ചാനലാണ് ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടിരിക്കുക എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആസ് യൂഷ്വൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലും വലിയ മാറ്റങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മുടെ SSLC അതുപോലെ തന്നെ
ITI, ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഈ 3 ബിരുദവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ITIയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മിൽ റൈറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് മെക്കാനിക്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക് തുടങ്ങി ഈ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ നിന്നെല്ലാം ITI എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഡിപ്ലോമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐദർ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കോമ്പിനേഷൻ സ്ട്രീമുകളിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എഞ്ചിനീയറിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ്, അതായത് ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, ഇതിന് തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും സ്ട്രീമുകളിലുള്ളവർക്ക് ALP നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് സിവിൽ എഞ്ചിനീയറിംഗുകാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ സിവിലുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡുള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഏറ്റവും കിടിലൻ ക്ലാസ്സുകളും ഏറ്റവും അടിപൊളി നോട്ടുകളും ഏറ്റവും മികച്ച മെന്റർഷിപ്പോട് കൂടിയും പഠിക്കണോ, നമ്മൾക്കൊരു അടിപൊളി ALP ബാച്ച് സൂപ്പർ നോട്ട്സിൽ റണ്ണിംഗ് ആണ്. അതുപോലെ തന്നെ ALP നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയവും കാര്യങ്ങളുണ്ടോ, താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പും ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രീ മെന്റർഷിപ്പ് ആയിരിക്കും. അപ്പോൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. കൂടാതെ ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, ഈ ഒരു ALP ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുള്ളൂ. അതല്ലാതെ സിലബസ് വലിച്ചു വാരി പഠിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല. എക്സാം ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണോ ആ ടോപ്പിക്സ് എടുത്തായിരിക്കും പഠിപ്പിക്കുക. അതല്ലാതെ വാസ്റ്റ് ആയിട്ട് ഒരു ക്ലാസ്സും വാസ്റ്റ് ആയിട്ടുള്ള നോട്ടുകളും അരിച്ചു പറക്കിയുള്ള പരിപാടികളും പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ടെസ്റ്റ് ബാക്കും ഫ്രീ ആയിരിക്കും. അതായത് CBT 1ന്റെ ഏകദേശം ഒരു 1000 രൂപയോളം വരുന്ന ഒരു ടെസ്റ്റ് ബാക്ക് ഫ്രീ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നവരോട് പറയുന്നതാണ്, നമ്മൾ പഠനത്തോടൊപ്പം മോക്ക് ടെസ്റ്റ് എടുത്ത് തന്നെ പോവുക. അപ്പോൾ ഈ ഒരു കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതാണ്. കൂടാതെ പക്കയായിട്ട് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അതല്ലാതെ ചുമ്മാ ഫോൺ നോക്കി പഠിച്ച സമയം കളയണ്ട. നിങ്ങൾ ക്ലാസ്സുകൾ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫോണിലോ ലാപ്പിലോ എവിടെ വേണമെങ്കിലും കാണാം. നോട്ടുകൾ നിങ്ങൾ എപ്പോഴും പ്രിന്റ് എടുത്ത് തന്നെ പഠിക്കുക. പ്രിന്റ് എടുത്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. PPT ആയിരിക്കും നോട്ടായിട്ട് തരുന്നത്. നല്ല പക്ക ക്വാളിറ്റി ഉള്ള നോട്ടുകളായിരിക്കും തരുന്നത്. ക്ലാസ്സസ് ആണെങ്കിൽ അടിപൊളി സ്റ്റുഡിയോ ക്വാളിറ്റി ക്ലാസ്, അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് എന്നെയൊക്കെ ഇപ്പം നിലവിൽ കാണുന്നത് പോലെ ഇതേ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. അതല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ടുള്ള OBS സ്റ്റുഡിയോ പരിപാടികളോ അല്ലെങ്കിൽ പകുതി മാത്രം തല കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഒന്നുമില്ല. പക്ക സ്റ്റുഡിയോ ക്വാളിറ്റി ഉള്ള ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ്സസിന്റെ ഡെമോ കാണണോ, താഴെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് കയറി ഡൗൺലോഡ് ചെയ്തോളാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ALP ക്ലാസിന്റെ ഡെമോയും നോട്ടും ഒക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ALP എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു അവസരമാണ്. കാരണം 50,000-ന് മുകളിലാണ് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ആരും പാഴാക്കി കളയരുത്. അപ്പോൾ ഫ്രീ മെന്റർഷിപ്പിനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ. അതുപോലെ എന്ത് സംശയത്തിനും കാര്യത്തിനും വിളിച്ചോ 8281223366 എന്ന നമ്പറിലേക്ക്. എന്ത് സംശയത്തിനും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണിത്. ALP നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾ വിളിക്കാം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണോ തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്ന ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഈ നോട്ടീസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ അവസരങ്ങളൊന്നും പാഴാക്കി കളയാതിരിക്കുക. ഏറ്റവും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.